1,40,000 ആൾക്കാർക്ക് വീട് ഈ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഈ ഗവൺമെൻറ് മുന്നോട്ട് വരും. ഇന്ന് ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. നീതി ആയോഗിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യരേഖ വെറും 0.7% മാത്രം ദാരിദ്ര്യരേഖയുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ് കഴിയും. അത്തരത്തിലുള്ള ദാരിദ്ര്യ രേഖയിൽപ്പെടുന്ന ആൾക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് ആ ദാരിദ്ര്യ രേഖയിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും അതിദരിദ്രരുടെ ഒരു ലിസ്റ്റ് കേരളത്തിലെ ഗവൺമെൻറ് ഇന്ന് എടുത്തു കഴിഞ്ഞു. 64,000 പേർ അതിദരിദ്രർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അവർക്കും സൂക്ഷ്മ സംരംഭങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകും. 2025 ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനത്തെ മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി. അതുതന്നെയാണ് ഇന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്ന ഏക സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കുവാൻ ഒട്ടേറെ അവാർഡുകൾ ഉൾപ്പെടെ കേരളത്തെ തേടിയെത്തുവാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലകളിൽ പറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി. നമുക്കറിയാം, പണ്ട് നാമൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓടുമേഞ്ഞ ഓലമേഞ്ഞ ഷെഡുകൾ ഉണ്ടായിരുന്ന സ്കൂളുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഗവൺമെൻറ് സ്കൂള് പലതും നമുക്കറിയാം ഇല്ലായ്മ ചെയ്തു പോകുന്ന അവസ്ഥ, അധ്യാപകർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ, കുട്ടികളെ കൂടുതലില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം പോയപ്പോഴും 2016 ശേഷം നാം ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ആ സ്കൂളുകളൊക്കെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ, ഹൈടെക് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ സ്ഥാപിതമാക്കുവാൻ 5 കോടിയും 4 കോടിയും 3 കോടിയും 2 കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ, അവിടെയൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ സ്കൂൾ മേഖല മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വലിയ ഫീസ് കൊടുക്കാത്തൊരവസ്ഥ നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ യൂണിഫോമും സൗജന്യ പാഠപുസ്തകങ്ങൾക്കും അവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കിയ കേരളത്തിലെ ഗവൺമെൻറ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ UP LP സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗവൺമെൻറ് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നമ്മുടെ ഈ സ്കൂളുകളിലേക്ക് പുതുതായി 12.5 ലക്ഷം കുട്ടികൾ പുതുതായി ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കടന്നു വന്നൊരവസ്ഥ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാണും. ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്കിന്ന് കാണുവാൻ കഴിഞ്ഞത്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കുസാറ്റും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ A+ഉം A++ലേക്കും ഉയർന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെ കൊണ്ടെത്തിക്കുവാൻ, അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്കറിയാം ഇന്ന് ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ഉൾപ്പെടെ എടുത്താൽ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ എടുത്താൽ കോടികൾ അവിടെയൊക്കെ മുടക്കിക്കൊണ്ട് അവിടെ എല്ലാം ഉന്നത തലത്തിലേക്ക് നമ്മുടെ രോഗികൾ വന്നു ചേർന്നാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തക്ക നിലയിൽ നമ്മുടെ ആശുപത്രികളുടെ നിലവാരം മാറ്റിയെടുക്കുവാൻ, ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ കൊണ്ടുവരുവാൻ, ഇന്ന് കരൾമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിജയകരമായി നടപ്പിലാക്കുവാൻ പറ്റാവുന്ന നിലയിൽ ആരോഗ്യ മേഖലകളെ മാറ്റിയെടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയിലേക്ക് ഉയർന്ന നിലവാരം ആരോഗ്യ മേഖലകളിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം ആൾക്കാരുടെ മരണം കുറച്ചു കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങൾ, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ, അവരെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സുഖമാകുമ്പോൾ വീടുകളിൽ എത്തിക്കുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, അവർക്ക് ഡ്രസ്സുകൾ കൊടുക്കുവാൻ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ
തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഓക്സിജൻ ഇല്ലാത്തവർക്ക് ഓക്സിജൻ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്ത കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് മികവുറ്റ നിലയിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ മാറ്റമാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് കൈവരിക്കുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം 2025 വർഷക്കാലമായി അവരുടെ പ്രവർത്തനം പൂർത്തീകരിച്ച കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നൊരവസ്ഥ കാണുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ കുടുംബശ്രീയിലൂടെ വരുന്നു. ഓക്സിലറി ഗ്രൂപ്പായി നമുക്കറിയാം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ അതിനകത്ത് അംഗങ്ങളാക്കി കൊണ്ടുവരുവാൻ, അവർക്കുൾപ്പെടെ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ കുടുംബശ്രീകളെ മാറ്റിയെടുക്കുവാൻ, അവരെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൊണ്ടുവന്ന കുടുംബശ്രീ ഇന്ന് ആർക്കും മാറ്റിമറിക്കുവാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അത് മാത്രമല്ല, നമുക്കറിയാം തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. കേരളം പോലെയുള്ള സംസ്ഥാനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ നമുക്കറിയാം PSC നിയമനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കിയ ഈ കേരളത്തിലെ ഗവൺമെൻറ്. രാജ്യമെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി 19,000 സംതിങ് ആൾക്കാർക്ക് PSC നിയമനം കൊടുത്തെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനം വളരെ മുന്നിലേക്ക് വന്നു. 15,000-ന് മേളിൽ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് PSC നിയമനം കൊടുത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. നമുക്കറിയാം എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. എന്നാൽ ആയിരക്കണക്കിന് വരുന്ന അത്തരത്തിലുള്ള ചെറുപ്പക്കാരികൾക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള സംവിധാനം കേരളം പോലെയുള്ള സംവിധാനത്ത് പുതിയ ഒരു വർഷം നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് 2022-2023 കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ 1 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുമെന്ന് തീരുമാനിച്ചു ഒരു ഗവൺമെൻറ്. എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർന്നുകൊണ്ട് ഓരോ വകുപ്പുകളിലും എത്ര സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും ഗവൺമെൻറ് ചർച്ച ചെയ്യും. എന്നാൽ നമുക്കറിയാം 9 മാസം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് 1,40,000 50,000 സംരംഭത്തിലേക്ക് എത്തിച്ചേർന്ന ഒരവസ്ഥ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ആ സംസ്ഥാനത്ത് നമുക്കറിയാം വിവിധ തരത്തിൽ വ്യാവസായിക മേഖലകളിൽ വൻ പുരോഗതി നേടിയ ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറി. അതിലേറ്റവും കൂടുതൽ സംരംഭങ്ങൾ, കൂടുതൽ വ്യവസായങ്ങളുള്ളത് നമുക്കറിയാം നമ്മുടെ എറണാകുളം ജില്ലയാണ് എന്നുള്ളതാണ്. IT രംഗങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് വ്യാവസായിക രംഗം ഇന്ന് വളരെയധികം മുന്നോട്ട് പോയി എന്നുള്ളത്. വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് വ്യാവസായിക വകുപ്പ്, അതല്ലെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇന്ന് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ആ നിലയിലേക്ക് പശ്ചാത്തല മേഖലകളിൽ ധാരാളം മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നു. റോഡിൻ്റെയൊക്കെ ഒരു വലിയ മാറ്റം നമുക്കിന്ന് കാണുവാൻ കഴിഞ്ഞു. നമ്മൾക്ക് പല ജംഗ്ഷനുകളും ഇന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും 4 വരി പാതയും ഇന്ന് 6 വരി പാതയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ പണം കൊടുത്തുകൊണ്ട് ഒരു വലിയ സംരംഭങ്ങൾ പശ്ചാത്തല മേഖലകളിൽ കൊണ്ടുവന്നുകൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പശ്ചാത്തല മേഖല, അതല്ലെങ്കിൽ PWD നമുക്കിന്ന് കാണുവാൻ കഴിഞ്ഞു. പൊതുമരാമത്ത് രംഗത്ത് നാം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ റോഡിൻ്റെ PWD റോഡുകളുടെ നീളം മൊത്തത്തിലെടുത്താൽ അതിൻ്റെ പകുതിയിലധികം BMBC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ ഒരു വലിയ മുന്നേറ്റം, വലിയ ബ്രിഡ്ജുകൾ, വലിയ പാലങ്ങൾ ഇതൊക്കെ കേരളത്തിൽ ഇന്ന് സ്ഥാപിതമായി എന്നുള്ളത് നമുക്കേവർക്കും പറയുവാൻ പറ്റും. കാർഷിക മേഖലകളിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമമാണ് ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്നത്. എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുവാൻ, ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ നെൽകൃഷി വ്യാപിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ FPOകൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ കൂടുതൽ രൂപീകരിച്ചുകൊണ്ട് ഒട്ടേറെ കർഷകരെ അതിനകത്ത് അംഗങ്ങളാക്കിക്കൊണ്ട് ആ കർഷകർക്ക് ആ കർഷകർ ചെയ്യുന്ന എന്തെങ്കിലും അവരുടെ പച്ചക്കറി കൃഷിയായാലും മറ്റ് കൃഷിയായാലും അതെല്ലാം പൊതുവിപണിയിൽ കൊണ്ടുവന്ന് അവർക്ക് വിൽപ്പന നടത്തുവാനും സമൂഹത്തിൽ നിന്ന് കിട്ടാവുന്ന തരത്തിലുള്ള വില അവർക്ക് നിശ്ചയിച്ച് നൽകുവാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് കാർഷിക മേഖല മാറ്റിയെടുത്തു. നമുക്കറിയാം, ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകൃതമായ രാജ്യത്തെ ഏക സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് ആ രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും.
ഇന്ന് സാമൂഹിക ക്ഷേമ രംഗം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന രാജ്യത്തെ ഏറ്റവും ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മാസം 750 പരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 50 വയസ്സും 60 വയസ്സും ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, 50 വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് പോലും പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇന്ന് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും സർക്കസ് കലാകാരന്മാർക്കും നമുക്കറിയാം 600 രൂപയായിരുന്നു അവരുടെ പെൻഷൻ. അതും ഇന്ന് 1600 രൂപ പെൻഷനാക്കി മാറ്റി. UDFിൻ്റെ ഭരണകാലത്ത് ഏകദേശം 600 രൂപ പെൻഷനായിരുന്നു കേരളത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ആ പെൻഷൻ 18 മാസക്കാലം മുടക്കിയിട്ടത് UDFിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. അത് ഇത്രയും കൊടുത്തു തീർക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 600 രൂപ പെൻഷൻ 700 രൂപയാക്കി മാറ്റുവാനും അത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുവാനും പിന്നീട് അത് ഈ ഗവൺമെൻറ് 1600 രൂപയായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. കേരളം ഇന്നെടുത്ത് പരിശോധിച്ചാൽ പാലുൽപാദന രംഗത്ത് നമ്മൾ വളരെയധികം മുന്നിൽ വന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിന് ആവശ്യമായ 90% പാലും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. രാജ്യമെടുത്ത് പരിശോധിച്ചാൽ രാജ്യം ഇന്ന് പാലിലൂടെ അറിയപ്പെടുന്ന രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറി. അതിലൂടെ കോടികൾ കിട്ടുന്ന രാജ്യമായി നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം മാറി എന്ന് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് കാർഷിക മേഖലകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കന്നുകാലികളെ വളർത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ കർഷകർ ഇന്ന് കേരളത്തിലുണ്ട്. അവർ വളരെയധികം ബുദ്ധിമുട്ടി പാല് കറന്നെടുത്ത് സംഘത്തിലെത്തിക്കുവാനും അത് നമുക്കറിയാം മിൽമയിൽ എത്തിക്കുവാനും വളരെ മുന്നിൽ നിന്ന കേരളത്തിലെ ഈ കാർഷിക മേഖലയെ നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിലുള്ള കൃഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 ലിറ്റർ പാലിന് 6 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞത് എന്ന അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും. അത് മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി 3 രൂപ അവർക്ക് സബ്സിഡി കൊടുക്കുവാനുള്ള സംവിധാനവും കേരളത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ മേഖലയെ നമുക്കിന്ന് പാലുൽപാദന മേഖല നമുക്കിന്ന് കാണുവാൻ കഴിഞ്ഞു. അടുത്ത 1 വർഷം കൊണ്ട് ഈ മേഖലയിൽ വലിയ മാറ്റം വരാൻ പോകുകയാണ്. കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അടുത്ത 1 വർഷത്തിനകം നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അത്തരത്തിലുള്ള ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പലിശയില്ലാതെ പശുക്കളെ എടുക്കുവാൻ പലിശ ഗവൺമെൻറ് അടച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സാമ്പത്തികം ബാങ്കിൽ നിന്ന് കൊടുക്കുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് തീറ്റ സബ്സിഡി കൊടുക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെ ഗവൺമെൻറ് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. മലപ്പുറത്ത് നമുക്കറിയാം ഏറ്റവും നല്ല ഒരു പാൽപ്പൊടി ഫാക്ടറി 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പണി പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പോകുന്നു. 2 മാസക്കാലത്തിനകം ആ പാൽപ്പൊടി ഫാക്ടറിയും നമുക്ക് സ്ഥാപിതമാക്കുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. നമുക്കറിയാം ഇവിടുത്തെ മെട്രോ ട്രെയിൻ നമ്മുടെ എറണാകുളത്തല്ലേ ഇന്ന് സ്ഥാപിതമായിരിക്കുന്നത്. ജലമെട്രോ നമ്മുടെ എറണാകുളത്ത് ആദ്യമായി ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ഒരു ജലമെട്രോ സ്ഥാപിതമാക്കി. നിങ്ങൾക്കറിയാം ഇത്തവണ 10-12 ലക്ഷത്തോളം ആൾക്കാർ അതിലൂടെ കടന്നു കയറി പോയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടുവാൻ കഴിഞ്ഞത്. എല്ലാ ജില്ലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ കൊണ്ടുവരുവാൻ 52 കോടിയും 60 കോടിയും 100 കോടിയും ചെലവഴിച്ചുകൊണ്ട് മരണപ്പെട്ട നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തുകളിൽ ഓരോ സ്റ്റേഡിയം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കായിക മേഖലകളിൽ കുതിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റാണ് ഇത്തരത്തിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ ഭരണകൂടം ഒന്നടങ്കം താഴെ തട്ടിലെ ജനങ്ങളെ കാണുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, അതിന് പരിഹാരമുണ്ടാക്കുവാനുള്ള പരിശ്രമവുമായി മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിൻ്റെ വികസന ക്ഷേമ രംഗത്ത് അത് ഇന്ത്യക്ക് മാതൃകയായി മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ കേരളം ഇന്ന് മുന്നോട്ട് കുതിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കാണുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടനേകം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനിയും 2 മന്ത്രിമാർ സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ തീർക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുവാൻ വന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിലയേറിയ വാക്കുകൾക്ക് നന്ദി മാഡം. അടുത്തതായി സദസ്സിനോട് സംവദിക്കുന്നതിനായി
വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവരുകളെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാന്യനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ശ്രീ ദിനേശ് മണി, ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, ഈ നാടിൻ്റെ നാളിതുവരെ നടന്ന ജനകീയ കൂട്ടായ്മയെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ഒരു ജനസാഗരമാക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. ഇതിനകം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ 23 അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ വർഷം പൂർത്തിയാക്കുന്നത്. അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ, തൊട്ട് കാണിക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാവസായിക മേഖലകളിൽ വരുത്തിക്കൊണ്ട് കരുത്തുറ്റ ഒരു സമ്പദ്ഘടനയാക്കി നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ അന്നും ഇന്നും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും സാംസ്കാരിക വികാസത്തിൻ്റെയും മാനദണ്ഡങ്ങളിൽ ഉയർന്ന മാനം കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ വരുമ്പോൾ അത് ഒരു ഭരണകക്ഷിയുടെ പ്രവർത്തനമായിട്ടാണോ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനമായിട്ടോ കാണേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ലോകത്തിൻ്റെ മുമ്പിൽ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഐശ്വര്യ കേരളം കാണിച്ചു കൊടുക്കുക എന്നത് ഓരോ മലയാളിയുടെയും അഭിമാനബോധത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ അധ്യക്ഷം വഹിക്കേണ്ട MLA ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഏത് മേഖലയിലാണ് പിന്നോട്ട് നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ?
ഏത് മേഖലയിലാണ് കേരളം പിന്നിൽ? സാംസ്കാരിക പ്രബുദ്ധതയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിലായാലും ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്ക് കഴിയുന്നില്ലേ? നമ്മുടെ വ്യവസായ മേഖല ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടു കൂടിയാണ് പറയാൻ കഴിയുക. എറണാകുളം ജില്ലക്കാരനായ വ്യവസായ വകുപ്പ് മന്ത്രി അതുകൊണ്ട് മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ആകെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൻ്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന ഈ എറണാകുളം, കൊച്ചി, അത് ഇവിടെ സംസാരിച്ച മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വ്യവസായ ഹബ്ബായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഇതം പര്യന്തമുള്ള പ്രവർത്തനം പരിശോധിച്ച് നോക്കിയാൽ ഏത് റോഡിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ, അവിടങ്ങളിലെല്ലാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ കാണുകയാണ്. കേരളത്തിൽ 3 സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലാണ്. അത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രദ്ധയും ശുഷ്കാന്തിയും ഉണ്ട് എന്നത് ഞാൻ സൂചിപ്പിക്കുന്നതോടൊപ്പം ഇത് നമ്മുടെ ആകെ കൂട്ടായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ്. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രായമായവരാണ് ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ പൊതുവിദ്യാലയത്തിൻ്റെ സ്ഥിതി 1 മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു ആ വിദ്യാലയങ്ങളുടെ സ്ഥിതി? പള്ളിക്കൂടങ്ങൾ എന്നൊക്കെയാണ് അതിനെ പറയാറ്. പണ്ട് ചോർന്നൊലിക്കുന്ന മേൽക്കൂര, കാലൊടിഞ്ഞ ബെഞ്ച്, 3 കാലിൽ നിൽക്കുന്ന മേശ, വൃത്തിഹീനമായ ചുമരുകൾ, പൊട്ടിപ്പൊളിഞ്ഞ തറ. ഈ വിദ്യാലയത്തിലേക്ക് എങ്ങനെയാണ് മക്കളെ അയക്കുക? നമ്മുടെ എല്ലാം മോഹമാണ് നമ്മുടെ മക്കൾ മികച്ച നിലയിൽ പഠനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്നത്. അതൊരു കുറ്റമല്ല, അതൊരു അഭിലാഷമാണ്. അതൊരു അഭിലാഷം മാത്രമല്ല, അതൊരു ലക്ഷ്യവുമാണ്, മക്കളെ പഠിപ്പിച്ച് വലുതാക്കുക എന്നത്. നമ്മുടെ നാട്ടുകാരെന്താ ചെയ്തത്? കാണാൻ മൊഞ്ചുള്ള, വൃത്തിയും വെടുപ്പുമുള്ള അൺഎയ്ഡഡ് മേഖലയിലേക്ക് തിരിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാകും. അതൊരു കുറ്റമല്ല, അന്നത്തെ സാമൂഹ്യ സാഹചര്യം അതായിരുന്നു. ഇന്നങ്ങനെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? നേരത്തെ അവിടെ കണ്ടതിനേക്കാൾ മികച്ച രീതിയിലുള്ള വിദ്യാലയങ്ങൾ, ആകർഷകമായ അന്തരീക്ഷം, ആകർഷകമായ കെട്ടിടം. പിള്ളേർക്ക് പഠിക്കാൻ എന്തിനാ ഇത്രയൊക്കെ സൗകര്യം? ഒരു അധ്യാപകനും 4 ബെഞ്ചും 3 ഡെസ്കും ഉണ്ടായാൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിച്ചുകൂടെ? അങ്ങനെ ഇപ്പം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എന്തിനാ ഇത്രമാത്രം പണം ചെലവഴിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി? അതൊക്കെ ആർഭാടമല്ലേ? ആ ആർഭാടം ഒഴിവാക്കിക്കൂടെ എന്നൊക്കെയാ അവരിൽ ചിലർ നമ്മളോട് ചോദിക്കുന്നത്. എല്ലാം ആകർഷകമാകണം, എല്ലാം കരുത്തുള്ളതാകണം, എല്ലാം ഗുണമേന്മയുള്ളതാവണം. ജനസൗഹൃദ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 136 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെന്നു. ആ 36 ദിവസവും മന്ത്രിസഭാ യോഗം ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പ്രഭാത സദസ്സുകളുണ്ടായിരുന്നു. ആ സദസ്സുകളിൽ ഞങ്ങൾ കേട്ടത്
രക്ഷിതാക്കളുടെ മോഹമായിരുന്നു, ലക്ഷ്യമായിരുന്നു. അവർ പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെയായാൽ പോരാ. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ കേരളത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നത്, കൊച്ചിയെ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നത് പോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റണം. രക്ഷിതാക്കളുടെ ആവശ്യമാണ്. ഈ ആവശ്യമാണ് ഞങ്ങൾ കേട്ടത്. ഇത് കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഇതിനെക്കുറിച്ച് പറയാനുമാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ സമൂഹം എത്ര ആഴത്തിലാണ് ചിന്തിക്കുന്നത്, എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. അവരൊരു ദുരവസ്ഥ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. ഇവിടെ ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കേരളത്തിൽ നിൽക്കുന്നില്ല. വലിയ തോതിലുള്ള മാനവ വിഭവശേഷിയുടെ ചോർച്ചയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമല്ലേ? ആ പ്രശ്നത്തിന് ഉത്തരം കാണണ്ടേ? ആ പ്രശ്നത്തിന് ഉത്തരം കാണാനാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പര്യടനത്തിനിടയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ മാറ്റത്തിൻ്റെ സൂചകങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നേട്ടം. എന്തിനാണ് പോകുന്നത്? ഇത് കേൾക്കാനാണ്, ഇത് മനസ്സിലാക്കാനാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി കണ്ടുകൊണ്ട് നാനാതുറകളിലുള്ള വ്യക്തിത്വങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് നവീന ആശയങ്ങൾ ഉയർന്നു പൊങ്ങുക. ആ ആവശ്യം ഈ മന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേൾക്കാനേ പാടില്ല. എന്തിന് യാത്ര? നിങ്ങളങ്ങനെ കേൾക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഷൂ വലിച്ച് നിങ്ങളുടെ നേരെ വലിച്ചെറിയും. വേണമായിരുന്നു. ഒന്ന് ആലോചിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വേണമായിരുന്നോ? ഞങ്ങൾ ജനങ്ങളെ കാണാനാണ് പോകുന്നത്. മന്ത്രിമാർ ജനങ്ങളെ കാണാൻ പോകുന്നത് കുറ്റമാണോ? ഞങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷേ ഈ സദസ്സുകളിൽ ഞങ്ങളുമായി സംവദിച്ചവർ പറഞ്ഞു, നിങ്ങൾ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭരണകൂടത്തിന്റെ വികേന്ദ്രീക പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് സ്വയം ഇറങ്ങിച്ചെല്ലുന്ന ഒരു ജനകീയ സർക്കാരിന്റെ ദീപ്തമുഖമാണ് ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്നാണ് അവരെല്ലാവരും പറഞ്ഞത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ആരാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്? സർവകലാശാലകളുടെ അധിപൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ആരെയും നിശ്ചയിച്ചിട്ടില്ല. ഓരോ സംസ്ഥാന ഗവൺമെന്റുകളുമാണ് അവിടങ്ങളിൽ ഉണ്ടാക്കുന്ന സർവകലാശാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാൻസലർമാരെ നിയമിക്കുന്നത്. ആ ചാൻസലർ ഗവർണറാകുന്നതാണ് നല്ലത്. അത്രയേ ഉള്ളൂ. എന്തെല്ലാം തെറ്റിദ്ധാരണയാണ് പരത്തുന്നത്? എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വിദ്യാർത്ഥികൾ കലഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ചെറുപ്പക്കാർ കലഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഗ്രാമീണ തലങ്ങളിലെ ജനങ്ങൾ തമ്മിൽ, പ്രവർത്തകന്മാർ തമ്മിൽ, മനുഷ്യന്മാർ തമ്മിൽ കലഹിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഗവർണർ കുട്ടിക്കളി കളിക്കേണ്ടയാളാണോ? ആരോഗ്യമേഖലയും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. എന്തായിരുന്നു നേരത്തെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന അവസ്ഥ? അതിവിടെ വരച്ച് കാണിച്ചല്ലോ. ഇന്നിപ്പോ ഏറ്റവും മികച്ച സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കാവുന്ന വിധത്തിൽ എല്ലാ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുമുള്ള മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? രോഗികൾ കൂടുതലായി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് നേരത്തെ പോയതിനേക്കാൾ കൂടുതൽ രോഗികൾ സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്നത്? അവർക്ക് നേരത്തെ സർക്കാർ ആശുപത്രികളെ വിശ്വാസമില്ലായിരുന്നു. ഇപ്പോൾ അവർ സർക്കാർ ആശുപത്രികളാണ് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലം എന്നുള്ള നിലയിൽ
അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സാ രംഗത്ത്, ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച അസാമാന്യമായ നിസ്തുലമായ നേട്ടങ്ങളുടെ പരിണത ഫലമായിട്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ കാർഷിക മേഖല. കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. കാർഷിക മേഖലയെ ഞെരിച്ച് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നതിന് പകരം, ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് പകരം കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ ധനസഹായങ്ങൾ നിരസിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പോയി നിങ്ങളെന്താ ഈ അനീതി കേരളത്തോട് കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു എംപിക്ക് പാർലമെന്റിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ പത്രം നമ്മൾ വായിച്ചല്ലോ. ക്ഷേമ പ്രവർത്തനങ്ങൾ ഇനി നടത്താൻ പാടില്ല, അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കാരോടും വിരോധമോ സ്നേഹമോ ഇല്ല. 15,000 കോടി രൂപ ഒരു ജില്ലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാതെ നിർലോഭം കാശുള്ള നമ്മുടെ പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയാണ് സംസ്ഥാന ഗവൺമെന്റുകളോട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ നയം ക്ഷേമപ്രവർത്തനങ്ങൾ ഒന്നും നിർത്തിവെക്കാതെ, ഒന്നും കുറവ് വരുത്താതെ വരുന്ന ആളുകളിലും ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കയ്യിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായവും മറ്റ് അടിയന്തര സഹായങ്ങളും നൽകിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക. ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു നയമാണ് നമുക്ക് ആവശ്യമെന്ന് ഈ സദസ്സുകളിലെ വന്ന ആളുകളുടെ, വ്യക്തികളുടെ, പ്രസ്ഥാനങ്ങളുടെ, സംഘടനകളുടെ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്കുള്ള കരുത്തായി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഇതാണ് നവകേരള സദസ്സിന്റെ നേട്ടം. നമുക്കിവിടെ നിർത്തിയാൽ മതിയോ? ഈ കൊച്ചി, എറണാകുളം, കൊച്ചി ഇപ്പോൾ ഓരോ ദിവസവും അന്താരാഷ്ട്ര ഭൂപടത്തിൽ, ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് സന്ദർശകർ ദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒഴുകിയെത്തുകയല്ലേ? ഇക്കഴിഞ്ഞ മാസമാണല്ലോ വാട്ടർ മെട്രോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി നഗരത്തെയും എറണാകുളം നഗരത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തിയുടെ കൂടിയ പ്രവർത്തനത്തിന്റെ പണിപ്പുരയിലാണ് ഗവൺമെന്റും പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രിയും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വികസിത രാജ്യങ്ങളിലെ, വികസിത സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച പ്രദേശങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കാൻ ഈ എറണാകുളത്തെയും കൊച്ചിയെയും പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ അന്ന് നിങ്ങളെന്താ പറഞ്ഞത് വികസനവുമായി ബന്ധപ്പെട്ട്? നമുക്ക് ദേശീയപാതയൊന്നും 45 മീറ്റർ വീതിയിൽ ആവശ്യമേ ഇല്ല. അങ്ങനെ ആവശ്യമില്ല. അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഓ, മലയോര ഹൈവേ നടക്കാൻ പോകാത്ത കാര്യമല്ലേ? ദേശീയ ജലപാത നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമില്ലേ? ഏത് ചോദിച്ചാലും നടക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞ ഒരു ഗവൺമെന്റിന് പകരം നടത്തും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിലാണ് നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ,
നന്ദി ശ്രീ എ കെ ശശീന്ദ്രൻ സർ. ഇനി അടുത്തതായി വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമം ആൻഡ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവറുകളെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിൽ നമ്മോട് സംസാരിച്ച ബഹുമാന്യരായ മന്ത്രിമാരായ ശ്രീമതി ചിഞ്ചുറാണി, ശ്രീ എ കെ ശശീന്ദ്രൻ, മറ്റ് വേദിയിൽ സന്നിധരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിസഭാംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് 140 അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നവകേരള സദസ്സ് സംഘടിപ്പിച്ചു വരികയാണ്. ഇന്നിവിടെ 137ാമത്തെ മണ്ഡലത്തിലെ നവകേരള സദസ്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ നവകേരള സദസ്സിലൂടെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യായ മന്ത്രിമാർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മന്ത്രിമാർ സൂചിപ്പിച്ച പോലെ നമ്മൾ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ്. നമുക്കറിയാം, കേരളം രൂപം കൊണ്ട് 66 വർഷം പിന്നിടുമ്പോൾ കേരളം എല്ലാ രംഗത്തും രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിൻ്റെ ചില ഭാഗങ്ങൾക്കൊക്കെ എല്ലാം തന്നെ മാതൃകയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന് മാതൃകയായ കേരളത്തെ ഇനിയും നമുക്ക് പുതുക്കി പണിയേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ഇനിയും നാം നേടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നയമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ നവംബർ 18-ന് ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ച് നവകേരള സദസ്സിന് തുടക്കം കുറിച്ചു. നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ജനകീയ കൂട്ടായ്മയുടെ കാഹളം മുഴങ്ങുന്ന കാക്കനാടിന്റെ മണ്ണിൽ കേരളീയത്തിന്റെ കടലിരമ്പവുമായി നവകേരള സദസ്സ് ഇവിടെ അരങ്ങുണർന്നു കഴിഞ്ഞു. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ തലസ്ഥാനമായി മാറുന്ന അത്യപൂർവ കാഴ്ചയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ കരുത്തനായ ജനനായകനെ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാടിനെ ചേർത്ത് പിടിച്ച, നാടിനോടൊപ്പം നിന്ന വികസന നായകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെയും തൃക്കാക്കരയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടക സമിതി രക്ഷാധികാരിയായ ശ്രീ അഡ്വക്കേറ്റ് ഉദയകുമാർ അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ ജനനായകന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ ഇവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും എല്ലാം തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച്
ജനങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ജനങ്ങളുമായി സംവദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇവിടെ നേരത്തെ മന്ത്രിമാർ പറഞ്ഞു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടായ ഒരു ഗവൺമെൻറ്റാണ് ഇത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 2016 സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ് 5 വർഷക്കാലം നമ്മുടെ നാട് ഭരിച്ചു. ആ നാട് ഭരിച്ച സമയത്ത് ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മറന്നു പോവുകയല്ല ചെയ്തത്. അങ്ങനെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്ന പല ഭരണകൂടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തമാണ് ആ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് 2016 ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയെന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ പറയാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. സാധാരണ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ എന്ന് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അധികാരത്തിൽ വരാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ചെയ്തു തീർക്കുക എന്നുള്ള കടമ ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും ഭരിച്ചത്. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഓരോ രംഗത്തെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചത്. 2016 വരെയുള്ള അല്ലെങ്കിൽ 2011-16 വരെയുള്ള കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. അന്ന് കേരളം ഭരിച്ചിരുന്നത് UDF ആണ്. ആ UDFൻ്റെ 5 വർഷത്തെ ഭരണം നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലയും തകർക്കുകയാണ് ചെയ്തത്. അത് അനുഭവിച്ച ജനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലെത്തിച്ചത്. ആ എത്തിച്ച ഗവൺമെൻറ് എന്താണ് 5 വർഷം ചെയ്തത് എന്ന് 2021 ജനങ്ങൾ പരിശോധിച്ചു. അങ്ങനെ 2011 മുതൽ 16 വരെ ഭരിച്ച UDFൻ്റെ ഭരണമല്ല ഈ കേരളത്തിൽ നടന്നതെന്ന് ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ടെത്തുകയുണ്ടായി. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം ശ്രദ്ധിച്ച കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി പണിയെടുത്ത് തളർന്ന ആളുകൾ അവശരാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേരളം ഒരുപടി മുൻപിലാണ്. എന്നാൽ UDFൻ്റെ കാലഘട്ടത്തിൽ ആ പാവപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാനോ തയ്യാറായില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സഖാക്കൾ മന്ത്രിമാർ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് 18 മാസക്കാലത്തിലധികം വിവിധ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന നയം സ്വീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ UDF കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ കുടിശ്ശികയാക്കിയ ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അങ്ങനെ നടപടി സ്വീകരിക്കുന്നത് മാത്രമല്ല, ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള നടപടിയും ഉണ്ടാകും. അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അത് മറക്കുകയില്ല ചെയ്തത്. അത് മറക്കാതെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു, കുടിശ്ശിക തീർക്കാൻ നടപടി സ്വീകരിച്ചു. അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിച്ചു. 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് 2016 പ്രകടനപത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. എന്നാൽ ഇടതുപക്ഷ മുന്നണിയുടെ 5 വർഷക്കാലത്തെ ഭരണം പിന്നിട്ടപ്പോൾ
ആ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പെൻഷന്റെ തുക 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 5 വർഷത്തെ ഭരണം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പൂർത്തീകരിച്ചത്. 1000 കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 5 വർഷം തികഞ്ഞപ്പോൾ 1600 രൂപയായി ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തു എന്നുള്ളതാണ് ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് പാവപ്പെട്ടവർ ഈ ഗവൺമെന്റിനെ നെഞ്ചിലേറ്റാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത്. വീണ്ടും ഈ ഗവൺമെന്റ് വരണമെന്നവർ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 2011 മുതൽ 16 വരെ ഈ പാവപ്പെട്ട ആളുകൾ പെൻഷന് വേണ്ടി അങ്ങോളം ഇങ്ങോളം ഓടുകയായിരുന്നു. എവിടെ ചെന്നാൽ പെൻഷൻ കിട്ടുക എന്ന് അറിയില്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ചെല്ലാൻ പറഞ്ഞു, പിന്നീട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു, പിന്നീട് ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. ഈ പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയായിരുന്നു. എന്നാൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ കൈകളിലെത്തിക്കും എന്ന് അന്ന് പറഞ്ഞു. ആ കൈകളിലേക്ക് പെൻഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത സമയത്ത് കണ്ട ചിരികൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അത് 1ഉം 2ഉമല്ല കൊടുത്തത്. നമുക്കറിയാം, UDF ഗവൺമെന്റ് കാലത്ത് കൊടുത്തതും LDFന്റെ കാലത്ത് കൊടുത്തതും തമ്മിൽ നാം താരതമ്യം ചെയ്യാൻ തയ്യാറാകണം. UDFന്റെ നേതാക്കൾ ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ 2011 മുതൽ 16 വരെ കൊടുത്ത പെൻഷൻ ഇത്രയാണ്, ഇത്ര ആളുകൾക്കാണ് കൊടുത്തത്. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാമായിരുന്നു. അത് പറയണമെന്നെങ്കിൽ ആർജവം വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തത് എത്രയാണെന്നും UDF കൊടുത്തത് എത്രയാണെന്നും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. 2011 മുതൽ 16 വരെ ഭരിച്ച UDF ഗവൺമെന്റ് ഈ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് 32 ലക്ഷം പേർക്കാണ്. ആ 32 ലക്ഷം പേർക്ക് അത് 18 മാസക്കാലത്തെ കുടിശ്ശികയും വരുത്തി. ആ സ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ആ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല, 32 ലക്ഷം പേർക്കാണ് UDF ഗവൺമെന്റ് പെൻഷൻ കൊടുത്തെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 5 വർഷക്കാലം കൊണ്ട് ഏകദേശം 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്തു. ആ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി 5 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ച സംഖ്യ എത്രയാണ്? UDFന്റെ കാലത്ത് ചെലവഴിച്ച 5 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ച പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച സംഖ്യ എത്രയാണ്? അത് തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പറയണം, ഞങ്ങൾ കൊടുത്തത് കൂടുതലാണ്, നിങ്ങൾ കൊടുത്തത് കുറവാണ് എന്ന് പറയാൻ UDFന്റെ നേതാക്കൾ തയ്യാറുണ്ടോ? എന്താണ് യാഥാർത്ഥ്യം? ഈ പാവപ്പെട്ട ആളുകൾക്ക് 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊടുത്ത സംഖ്യ എന്ന് പറയുന്നത് 35,154 കോടി രൂപയാണ്. 5 വർഷക്കാലം കൊണ്ട് UDF കൊടുത്ത 911 കോടിയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 വർഷക്കാലം കൊണ്ട് കൊടുത്തത് 35,154 കോടി രൂപയാണ്. പിന്നെയും ഗവൺമെന്റ് വന്നല്ലോ, 2020 പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും വന്നു. ആ ഗവൺമെന്റ് കൊടുത്ത കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2.5 വർഷത്തിനുള്ളിൽ വിവിധ ഘട്ടങ്ങളായി കൊടുത്ത പെൻഷൻ എന്ന് പറയുന്നത് 23,504 കോടി രൂപയായിരുന്നു. ആ 23,504 കോടിക്ക് പുറമെയാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനായ ധനകാര്യമന്ത്രി 900 കോടി രൂപ കൂടി ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തു. അങ്ങനെ മൊത്തം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ 7.5 വർഷമായിട്ട് ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് കൊടുത്തത് 59,404 കോടി രൂപയാണ്. UDF ഗവൺമെന്റ് കൊടുത്ത് കേവലം 9,011 കോടി രൂപ കൊടുത്ത സ്ഥാനത്താണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 59,404 കോടി രൂപ ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത്. തർക്കിക്കാനുണ്ടോ UDF? ആ കാര്യത്തിൽ ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് അന്തിക്ക് തലയായ്ക്കാൻ കൂരയില്ലാത്ത പാവപ്പെട്ട മുഴുവൻ ആളുകൾക്കും പാർപ്പിടം കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. അതിനാണ് ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ വർഷങ്ങളിലൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഭൂമിയും വീടും വാങ്ങി നൽകുക എന്നുള്ള നടപടി സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത്. ഇപ്പോൾ ഏകദേശം 3,60,800 പരം ആളുകൾക്ക് വാസിവാനുള്ള പാർപ്പിടം ലഭിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള പാർപ്പിടം കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്.
ഏകദേശം ഈ വർഷം 1,00,000-ലധികം ആളുകളാണ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോഴേക്കും ഒരു 6 ലക്ഷം പേർക്കെങ്കിലും വീട് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അന്തിക്ക് നിലനിൽക്കാൻ പാർപ്പിടം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് കാണുന്നത്. അതൊരു പ്രത്യേകതയാണ്. പാവപ്പെട്ടവൻ പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. തൊഴിലും വരുമാനവും കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ്. തൊഴിലില്ലാത്തവരുടെ സംസ്ഥാനമല്ല, തൊഴിലുള്ളവരുടെ സംസ്ഥാനമാണ്. തൊഴിലെടുക്കുന്നവർക്ക് മാന്യമായി കൂലി കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ കണക്ക് പുറത്ത് വന്നത്. അടുത്ത ദിവസം ഏറ്റവും മാന്യമായ ശമ്പളം കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് പറയുന്നത്. കണക്കുകൾ പറയുകയാണ്, കൃത്യമായി പറയുകയാണ്. അപ്പോൾ പണിയെടുക്കുന്നതിന് പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ വന്നു. കൂലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല അന്തരീക്ഷം വന്നു. മനുഷ്യന്റെ ജീവിത നിലവാരവും കൂടുതൽ മെച്ചപ്പെടുകയാണ്. അങ്ങനെ മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇത് വെറുതെ കണക്കുകൾ പറഞ്ഞു പോവുകയല്ല. നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതി അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം, സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിന്നിട്ട ഈ 7.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ സാമൂഹ്യ രംഗത്തുണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആ സാമൂഹ്യ രംഗത്തുണ്ടാക്കിയ അതിമഹത്തായ നേട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സമൂഹത്തിലെ അതിദരിദ്രരായി കഴിയുന്ന ജനതയാണ്. അതിദാരിദ്ര്യം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്, ലോകത്താകെ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ അതിദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ള കണക്കുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ കേരളം അതിദരിദ്രരില്ലാതെ അല്ലെങ്കിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നടപടിയുമായിട്ട് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തുമെല്ലാം ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യം കുറഞ്ഞു വരുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്ന് നീതി ആയോഗിന്റെ കണക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് നീതി ആയോഗിന്റെ കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിന്റെയും അതിദാരിദ്ര്യത്തിന്റെ കണക്ക് വരികയുണ്ടായി. ആ അതിദാരിദ്ര്യത്തിന്റെ പട്ടിക എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ 1% താഴെ അതിദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് എന്ന് നാം കാണുകയുണ്ടായി. ആ അതിദാരിദ്ര്യരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്തണമെന്നാണ് 2021 മെയ് 20 സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭാ യോഗം ചേർന്ന സമയത്ത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ആ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. ഇനിയും നമ്മുടെ സമൂഹത്തിൽ അതിദാരിദ്ര്യം സഹിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ അതിദരിദ്രരെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ മോഡലാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ അതിദരിദ്രരെ കൂടി അതിദാരിദ്ര്യം മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അതിദരിദ്രർ എത്രയുണ്ട് എന്നുള്ള സർവേ നടത്തി അതിന്റെ കണക്ക് കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു. ആ സർവേ നടത്തി കഴിയുമ്പോൾ കൃത്യമായി നമ്മുടെ കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന അതിദരിദ്രർ നീതി ആയോഗ് പറഞ്ഞ കണക്ക് തന്നെ ആണ് നമ്മുടെ ഇവിടെ അതിദാരിദ്ര്യം കണ്ടെത്താൻ വേണ്ടിയുള്ള കണക്കെടുപ്പിലും കണ്ടെത്തിയത്. കേവലം 0.71% ആണ് ഇവിടെ അതിദാരിദ്ര്യമുള്ള ആളുകൾ എന്നാണ് നീതി ആയോഗ് പറഞ്ഞത്. അതുതന്നെയാണ് കേരളത്തിൽ ഫിസിക്കലായിട്ട് നാം സർവേ നടത്തി കഴിഞ്ഞപ്പോൾ 64,006 കുടുംബങ്ങളാണ് ഇനി അവശേഷിക്കുന്ന അതിദരിദ്രരെന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ ആ കണക്ക് ഷോക്കേസിൽ വെക്കാനല്ല തീരുമാനിച്ചത്. ആ കണ്ടെത്തിയ ആളുകളെ അതിദാരിദ്ര്യം മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സ്വീകരിച്ചത്. ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞു 2023 നവംബർ 1 ആവുമ്പോൾ ഈ അതിദരിദ്രരിൽ എത്ര പേരെ നമ്മൾ മോചിപ്പിച്ചു എന്നുള്ള സർവേ നടത്തണം, അല്ലെങ്കിൽ കണക്കെടുക്കണം. ആ കണക്കെടുത്തു. 2024 നവംബർ 1 ആവുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ ഇനി എത്ര ദരിദ്രർ അല്ലെങ്കിൽ അതിദരിദ്രർ അവശേഷിക്കുന്നത് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, 2025 നവംബർ 1 ആവുമ്പോഴേക്കും ഈ കൊച്ചു കേരളം അതിമഹത്തായ ഒരു നേട്ടം നേടും. അതിദാരിദ്ര്യമില്ലാത്ത, വിശപ്പില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. വെറുതെ മോഡൽ എന്ന് പറയുകയല്ല, ബദൽ എന്ന് പറയുന്നത് വെറുതെയല്ല. എല്ലാ അർത്ഥത്തിലും ബദൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നയങ്ങൾ എന്താണ് എന്ന്, അതിന്റെ ദുരന്തം എന്താണ് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവരായി മാറുകയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണ്. അങ്ങനെ സമ്പന്നർക്ക് സമ്പത്ത് കൊയ്തെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. എന്നിട്ടോ ജനങ്ങളെ വർഗീയതയുടെ പേരിൽ തമ്മിലടിപ്പിക്കുകയും ചെയ്യുകയാണ്. വർഗീയ ധ്രുവീകരണത്തിലുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് എക്കാലത്തും സ്വീകരിച്ചത്. അതിന്റെ ദുരന്തം നമ്മുടെ നാട്, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കാൻ പോവുകയാണ്.
അങ്ങനെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടല്ല കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തികൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നതിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വം മുന്നോട്ട് പോകുന്നതിൽ പല ആളുകൾക്കും അതൃപ്തിയുണ്ട്. അവർ പല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് UDF ഉണ്ട്, BJP ഉണ്ട്, മറ്റ് പിന്തിരിപ്പ ശക്തികളുണ്ട്, എല്ലാം ഉണ്ട്. അവർ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയല്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ മുന്നോട്ട് നയിക്കുന്നതിൽ അവർക്ക് തൃപ്തരല്ല. അവർ തകർക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP കേന്ദ്ര ഭരണകൂടം കേരളത്തെ എങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കഴിയും എന്നുള്ള പരീക്ഷണം നടത്തുന്നത്. കേരളത്തിന് അർഹമായ വിഹിതം തരാതിരിക്കാൻ എന്താണ് മാർഗം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ സമ്പത്തുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അർഹമായ വിഹിതം കൊടുക്കാതിരിക്കുക എന്നുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള UDF തയ്യാറാകുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിനെ കൂടെ കൂടിക്കൊണ്ട് കേരളത്തെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില മാധ്യമങ്ങളുടെ സഹായവുമുണ്ട്. എല്ലാവരും കൂടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെട്ട് പുറകോട്ട് പോകുന്ന ഗവൺമെന്റ് അല്ല എന്ന് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്ന ഗവൺമെന്റ് അല്ല. അത് നമ്മൾ എപ്പോഴൊക്കെയാണ് കണ്ടത്? ഓരോ പ്രതിസന്ധിഘട്ടത്തിൽ നാം കണ്ടു. ഓക്കി ദുരന്തമുണ്ടായപ്പോൾ നാം കണ്ടു അതിനെ എങ്ങനെയാണ് അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് നാം കണ്ടു. നിപ്പ വൈറസിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെയും അതിജീവിക്കാൻ വേണ്ടി എങ്ങനെ കഴിയുമെന്ന് നാം കണ്ടു. 2018 കണ്ട പ്രളയം നമുക്കെല്ലാം അറിയാം. എറണാകുളം ജില്ലക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനുശേഷം 2019 പ്രളയമുണ്ടായി. അതിനുശേഷമാണ് COVID-19 ലോകം മുഴുവൻ കീഴടക്കിയ ആ മാരകമായിട്ടുള്ള വൈറസിന്റെ ആക്രമണം. അവിടെയെല്ലാം പകച്ചു നിൽക്കുകയില്ലായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഗവൺമെന്റാണ്. ആ ഘട്ടത്തിലെല്ലാം ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചതെല്ലാം നമുക്ക് കണ്ടല്ലോ. എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഈ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെയും തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി. ആ ശ്രമങ്ങളെല്ലാം ജനങ്ങൾ നല്ലപോലെ കണ്ടു. അവർക്ക് മനസ്സിലായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നത് നാടിന്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 2016 91 സീറ്റിലാണ് ഇടതുപക്ഷ മുന്നണിയെ ജയിപ്പിച്ചതെങ്കിൽ 2011 99 സീറ്റ് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും അധികാരത്തെത്തി. ആ മുന്നണി ഗവൺമെന്റും ഈ 2.5 വർഷക്കാലം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആര് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെയെല്ലാം തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തോടെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കരുത്ത് പകരുന്നതാണ് ഈ നവകേരള സദസ്സിൽ കണ്ട ജനസഹസ്രങ്ങൾ. ഓരോ നവകേരള സദസ്സിലേക്കും ആളുകൾ വന്നത് വലിയ ആവേശത്തോടു കൂടിയാണ്. ഇവിടെയും ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നത് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും എന്നത് ചെയ്യും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങളെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. കരുതലും കൈത്താങ്ങുമായി സർക്കാർ ഒപ്പമുണ്ട് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്ക് നന്ദി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് നവകേരള സദസ്സ് തൃക്കാക്കര മണ്ഡലത്തിലെ കൺവീനർ ഒപ്പം ഡെപ്യൂട്ടി കളക്ടറുമായ ശ്രീ B. അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കേരളത്തിൻ്റെ IT ഹബ്ബ് എന്നറിയപ്പെടുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിലേക്കായി നമ്മുടെ ജില്ലാ ഭരണകേന്ദ്രമായ കാക്കനാട്
സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാർ ഉണ്ടായിരുന്നു. സാറ് പിറവത്തേക്ക് പോയതാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻകുട്ടി സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാറിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് GR അനിൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലൻ സാറിനെ ഈ നവകേരള സദസ്സിലേക്ക് സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മേഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാർ ഉണ്ടായിരുന്നു. സാറും പിറവത്തേക്ക് പോയതാണ്. കേരളത്തിന്റെ ആരാധ്യനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സാറിനെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് സാർ ഉണ്ടായിരുന്നു. സാറും പിറവത്തേക്ക് പോയതാണ്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാറിനെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡത്തെയും ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറിനെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തൃക്കാക്കര നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ചെയർമാനും മുൻ MLAയും മേയറും കൂടിയായ ശ്രീ CM ദിനേശ് മണി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംഘാടക സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് ഉദയകുമാർ, അതുപോലെ സംഘാടക സമിതി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരെയും വളരെ ആദരവോടെ തന്നെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് IAS സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവകേരള സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, PRD ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെയും അതിലേറെയും അഭിമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ആരാധനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ആദരവോടെ ക്ഷണിക്കും.
സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നവവത്സര ആശംസകൾ. ഈ നവവത്സര ആശംസ നേരുമ്പോൾ വർഷാരംഭത്തിന് തൊട്ടു മുൻപ് ലോകമാകെ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേകത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി നടന്ന ബത്ലഹേമിൽ സാധാരണ ലോകത്താകെയുള്ളവർ ഒത്തുചേർന്ന് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷം വലിയ തോതിൽ നടത്തുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ ക്രിസ്മസിന് അവിടെയുള്ള ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചു, ഈ തവണ ക്രിസ്മസ് ആഘോഷം വേണ്ടതില്ല എന്ന്. എന്താണ് കാരണം? അവിടെ സാധാരണ എല്ലാ വർഷങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കാനുള്ള പുൽക്കുടിൽ നിർമ്മിക്കാറുണ്ട്. ഇത്തവണ അവർ കെട്ടിടാവശിഷ്ടങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പുൽക്കുടിലിന് പകരമുള്ളൊരു നിർമ്മാണം നടത്തുകയാണുണ്ടായത്. അവിടെയാണ് ഉണ്ണിയേശുവിനെ പ്രതീകാത്മകമായി വെച്ചത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രയേൽ കൊന്നൊടുക്കിയപ്പോൾ ആ മണ്ണിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. ഇതിൻ്റെ തൊട്ടു പിന്നാലെ മഹാനായ പോപ്പിൻ്റെ അറിയിപ്പ് വന്നു. ആയിരക്കണക്കിന് ആളുകളെ ഇസ്രയേലികൾ കൊന്നൊടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ മാത്രമല്ല, നമുക്കിത്തവണ ക്രിസ്മസ് പഴയതുപോലെ ആഘോഷിക്കാനാവില്ല എന്ന് ആദരണീയനായ പോപ്പും പറയുന്ന സ്ഥിതിയുണ്ടായി. ഇസ്രയേലികൾ നടത്തുന്ന അതിക്രൂരമായ ആക്രമണത്തിൽ അനേകം കുഞ്ഞുങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. എല്ലാവരും കൊല ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. അതിൽ കുഞ്ഞുങ്ങൾ തന്നെ വലിയ തോതിലുണ്ട്. അതാണ് ഇത്തരമൊരു വേദനാകരമായ തീരുമാനമെടുക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്. ഇത് ലോകത്തിൻ്റെ പൊതുവായൊരു വികാരമാണ്. പക്ഷേ നമുക്ക് ആ വികാരത്തോടൊപ്പം ചേരാൻ കഴിയും. എന്നാൽ അതേസമയം ഇന്ത്യക്കാർ എന്ന രീതിയിൽ ലോകകാര്യങ്ങളിൽ എപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്നവരായിരുന്നു നമ്മൾ. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇവിടെ ഏത് കൂട്ടർ ആക്രമിച്ചതിൻ്റെ ഭാഗമായാണോ കൂട്ടക്കൊല പാലസ്തീനിൽ നടന്നത്, ആ പാലസ്തീൻ ജനതയോടും അവിടുത്തെ കുഞ്ഞുങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബത്ലഹേമിലെ ക്രൈസ്തവ സഭകളും
മഹാനായ പോപ്പും ഈ ഒരു നിലപാടെടുത്തത്. എന്നാൽ നമ്മുടെ രാജ്യം ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാസയിൽ ആക്രമണം തുടങ്ങിയ ഉടനെ പ്രതികരിച്ചത് നമ്മളെയെല്ലാം അപമാനത്തിലാഴ്ത്തിയ സംഭവമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഇവിടെയുള്ള BJP-ക്കാർ ഒരുപറ്റം ആളുകളെ കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ആക്രമണത്തെ ന്യായീകരിക്കാനുള്ള പരസ്യശ്രമവും ഇവിടെ നടത്തുകയുണ്ടായി. എന്തിനും കൂടെ നിൽക്കാൻ ചിലരുണ്ടാകുമെങ്കിലും അവരാഗ്രഹിച്ചതുപോലെ ആളുകളെ കിട്ടാത്തതുകൊണ്ട് ആ പരിപാടി വലിയ തോതിൽ ജനശ്രദ്ധയിൽ വന്നില്ല എന്ന് മാത്രം. പക്ഷേ അതിനും ശ്രമം നടന്നു. ഈ ഘട്ടത്തിൽ നവവത്സരാഘോഷങ്ങളും ഇതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം മതനിരപേക്ഷത നിലനിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ നമ്മളും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള ചില ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. ഓരോ ആൾക്കും അവരവരുടേതായ വിശ്വാസമുണ്ടാകും. ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം മതനിരപേക്ഷതയുടെ ഭാഗമായി നൽകുന്ന ഭരണഘടനയെ അംഗീകരിച്ച നാടാണ് നമ്മുടെ രാജ്യം. അവിടെയാണ് ഒരു പ്രത്യേക വിഭാഗം വിശ്വാസികൾ അവരീ മണ്ണിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മണിപ്പൂരിൽ വംശഹത്യയുടേതിന് തുല്യമായ ആക്രമണങ്ങൾ നടന്നു. പാലസ്തീനിലെ ജനതയ്ക്ക് നേരെ സിയോണിസ്റ്റുകൾ അഴിച്ചുവിട്ടിയ ആക്രമണം ആ ജനത, പാലസ്തീൻ ജനത ഈ ഭൂമുഖത്ത് വേണ്ട എന്ന നിലയിലായിരുന്നു. പാലസ്തീൻ എന്ന പ്രദേശം ഭൂപടത്തിലും വേണ്ട എന്ന തരത്തിലായിരുന്നു. മണിപ്പൂർ എന്ന പ്രദേശം ഇന്ത്യയുടെ ഭൂപടത്തിൽ വേണ്ട എന്ന നിലപാട് ഇവിടുത്തെ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചു എന്നത് തന്നെയാണ് അവിടുത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്കും വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായി വന്നു. നമുക്കറിയാം, സാധാരണ അത്തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾക്കൊന്നും മിക്കപ്പോഴും സഭകൾ തയ്യാറാകാറില്ല. പക്ഷേ ക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾ
അവിടെ അനുഭവിക്കുന്ന കൊടും പീഡനം കണ്ടില്ലെന്നടിക്കാൻ ക്രൈസ്തവ സഭകൾക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണ് പരസ്യമായ പ്രതിഷേധം തന്നെ ഇവിടെ രേഖപ്പെടുന്ന നിലയുണ്ടായത്. മതനിരപേക്ഷ ചിന്താഗതിക്കാർ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എല്ലാം ഈ ആക്രമത്തെ അതിശക്തമായി അപലപിക്കുകയുണ്ടായി. നവവത്സരത്തെക്കുറിച്ച്, അതിൻ്റെ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ, ആശംസ നേരുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കണമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടി വന്നത്. എല്ലാ സംഭവങ്ങളും അതിക്രൂരമായ രീതിയിൽ നടത്തിയതിന് ശേഷം ചില ഉന്നതസ്ഥാനീയർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന തരത്തിൽ 4 വോട്ടിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ അവരിയ്ക്കുന്ന കസേരയിലിരുന്നു കൊണ്ട് ചെറുവിരലനക്കാൻ ആ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക മതവിശ്വാസം സ്വീകരിച്ചു പോയി എന്നതിൻ്റെ മേലെ എല്ലാവിധ പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്ക് രക്ഷ നൽകാൻ, അക്രമികളെ നിലക്ക് നിർത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആ ഉന്നതസ്ഥാനീയനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ 4 വോട്ട് പോരട്ടെ എന്ന തരത്തിൽ ചില സൗഹാർദ്ദ നീക്കങ്ങൾ നടത്തുമ്പോൾ അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. സൗഹാർദ്ദം, അതിന് ഉതകുന്ന നടപടികൾ സ്വീകരിച്ചു കൊണ്ടുവേണം. എല്ലാ ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് സകലമാന ക്രൂരകൃത്യങ്ങൾക്കും അരുതുന്നുകൊണ്ട് ആ ക്രൂരകൃത്യങ്ങൾക്കിരയായവരോട് പിന്നെ സൗഹൃദഭാവം നടിച്ചു ചെന്നാൽ അതത്ര കണ്ട് വിലപ്പോവില്ല എന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം കടക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറയുന്നതിനല്ല. ഈ നവകേരള സദസ്സ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഇവിടെ പരിപാടി നടത്തേണ്ട ദിവസമാണ്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്തെ ആകെ വലിയ വേദനയിലാഴ്ത്തിയ സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ ആകസ്മിക നിര്യാണം സംഭവിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ആ പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നത്. അതാണ് ഇന്നും നാളെയുമായി 2 ദിവസമെടുത്ത് ഒരു ദിവസത്തെ പരിപാടി നടത്താൻ പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പരിപാടി നടത്തുമ്പോൾ സംഘാടകർക്കുണ്ടാകുന്ന പ്രയാസമോർത്താണ് 2 ദിവസം എന്നാക്കിയത്. ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പരിപാടി നടത്താമായിരുന്നുവെന്ന് തോന്നുകയാണ്. കാരണം പഴയതിൽ നിന്നൊരു വ്യത്യാസവും നിങ്ങൾ വരുത്തിയിട്ടില്ല. പന്തൽ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. എല്ലാം അതേ നിലക്ക് തന്നെ നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നവകേരള സദസ്സ് നിങ്ങൾക്കെല്ലാവർക്കും
അറിയാവുന്നതുപോലെ വലിയ തോതിൽ നാട് സ്വീകരിച്ച, ജനം നെഞ്ചേറ്റിയ ഒരു പരിപാടിയായിരുന്നു. കാരണം ആ പരിപാടി ജനങ്ങളുമായി കാര്യങ്ങൾ പങ്കിടാനാണ്. എവിടം വരെ നമ്മുടെ നാട് എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഒരു ഭാഗം. അതോടൊപ്പം തന്നെ ഈ മുന്നോട്ട് പോക്കിന് വലിയ തോതിൽ തടസ്സം നിൽക്കുന്നു. ആ തടസ്സം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് ഏത് രീതിയിലാണ് തടസ്സം നിൽക്കുന്നത് എന്ന കാര്യവും ജനങ്ങളുടെ മുന്നിൽ പറയുക. ഇതിൽ എല്ലാ ഭാഗങ്ങളും ഇവിടെ വലിയ തോതിൽ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാം കാണേണ്ടത് നമ്മുടെ നാടിന് ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രയാസം അനുഭവിക്കേണ്ട ഒരു നാടല്ല നമ്മുടേത്. 2016 അതിന് മുൻപത്തെ 5 വർഷക്കാലത്തെ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മുടെ നാടിൻ്റെ സർവ്വമേഖലയും തകർന്നുപോയ അവസ്ഥയിലെത്തിയത്. എന്നാൽ ആ നിലയിൽ നമ്മൾ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ ആരും കേരളത്തിന് ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന് കണക്കാക്കില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മാനദണ്ഡങ്ങളെടുത്താൽ നാം ഓരോ രംഗത്തും വലിയ പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 2016 നിന്ന് ഇപ്പോൾ 2023 എത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനം വർദ്ധിപ്പിച്ചത് 8%. ഇത് വലിയ തോതിലുള്ള വർധനവാണ്. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല നിലയിൽ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ കേരളം ഒട്ടും പിന്നിലല്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ തനതു വരുമാനത്തിൽ അതിഭീമമായ വർധനവാണ് ഈ കാലയളവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത്. 2016 താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ നാട് 41% തനത് വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മൊത്തം 41%. നേരത്തെ ഉള്ളത് 26. അതിനു പുറമെ 41 കൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുക. അതും വലിയ തോതിലുള്ള വർധനവാണ് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അത് 2016 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതായിരുന്നു. ഇവിടെ
ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതാക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് മാനദണ്ഡമെടുത്താലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ച നല്ല നിരക്കാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ പ്രതിശീർഷ വരുമാനം 2016 നിന്ന് ഈ 2023 ആകുമ്പോൾ നാം വർദ്ധിപ്പിച്ചത് 80,000 രൂപയാണ്. നേരത്തെയുള്ളത് 1,48,000 രൂപയാണ്. ഇപ്പോഴത് 2,28,000 രൂപ. അപ്പോൾ ഈ 80,000 രൂപയുടെ വർധനവ് നമുക്ക് പ്രതിശീർഷ വരുമാനത്തിലുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ അപൂർവം സംസ്ഥാനങ്ങൾ മാത്രമേ പ്രതിശീർഷ വരുമാനം ഈ തോതിൽ വർദ്ധിപ്പിച്ചതായുള്ളൂ. അതിലൊന്ന് കേരളമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബാധകമാകേണ്ടി ഒന്നല്ല എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇനി നമ്മുടെ തനതായ നികുതി വരുമാനം, ആ നികുതി വരുമാനത്തിൽ നല്ല വർധനവാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൽ 23,000 കോടി രൂപയുടെ വർധനവ് നമുക്ക് നികുതി വരുമാനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആകെ റവന്യൂ വരുമാനം, സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകുന്ന മൊത്തം വരുമാനം, ആ വരുമാനത്തിൻ്റെ 67% നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ സാമ്പത്തിക വർഷം നാം ചെലവുകളുടെ 71% നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വഹിക്കേണ്ടി വരുമെന്ന അവസ്ഥയാണ് വന്നു നിൽക്കുന്നത്. അതായത് കേന്ദ്രവിഹിതം 29% ചുരുങ്ങാനിടയുണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ വിഹിതം കുറഞ്ഞു വരികയാണ്. അത് ദേശീയ ശരാശരി 45%. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ 29% ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മുടെ ആകെ കടം, ഇത് നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ 35% മാത്രമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കടം വാർഷിക വരുമാനത്തിൻ്റെ 51%. അപ്പോൾ നമ്മുടെ കടവും നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. എന്നിട്ടും ഇത്രയെല്ലാം അനുകൂലമായ ഘടകങ്ങളുണ്ടായിട്ടും എന്തേ കേരളത്തിന് സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്? അതിന് കാരണം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതമുണ്ട്. സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം എന്നത് നാം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതിലൊരു പ്രധാന ഭാഗം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പല തരത്തിലുള്ള വിഹിതമാണ്. ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. നികുതി വിഹിതം കുറയുന്നു, ബോധപൂർവം കുറക്കുന്നു. അതേപോലെ തന്നെ
നമ്മുടെ റവന്യൂ കമ്മിയുടെ ഗ്രാൻഡ് ഒരു മാനദണ്ഡവുമില്ലാതെ കുറക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു. നാം ചെലവിട്ട പണമുണ്ട്, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പണം, കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ. ആദ്യം പണം സംസ്ഥാനം ചെലവിടുകയാണ്, അതിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ നൽകണം. ആ ചെലവിട്ട സംഖ്യയുടെ വിഹിതം ചോദിക്കുമ്പോൾ അത് നൽകുന്നില്ല, അത് കുടിശ്ശികയാക്കി കിടക്കുന്നു. ഇതിന് പുറമെയാണ്, അതെല്ലാം വലിയ സംഖ്യയാണ്, വലിയ തുകകളാണ് തരാനുള്ളത്. അതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം വാങ്ങാനുള്ള അവകാശം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനങ്ങളാണ് നോക്കേണ്ടത്. ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിൻ്റെ അവകാശമാണത്, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തൽ. ആവശ്യമായ കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അധികാരം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നിയമസഭ തന്നെ ഒരു നിയമം പാസ്സാക്കിയത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. അങ്ങനെ ഇടപെട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് അവകാശം അത് കേന്ദ്രം നിശ്ചയിക്കും എന്ന നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. പക്ഷേ അവരത് അടിച്ചേൽപ്പിക്കുന്നു. നമ്മുടെ കടമെടുപ്പ് പരിധി ചുരുക്കുന്നു. കടമെടുപ്പ് പരിധി ചുരുക്കുമ്പോൾ ആ ചുരുങ്ങിയ കടം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഇവിടെ കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതികൾ, അതിനെടുക്കുന്ന വായ്പ നിങ്ങളുടെ കടപരിധിയിൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്നു. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപ വീതം 62 ലക്ഷം ആളുകൾക്ക് നാം കൊടുക്കുന്നു. ആ പെൻഷൻ കൊടുക്കുന്നതിന് ഓരോ മാസവും കൊടുക്കുന്നതിനാണ് നാം ഒരു കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനി പെൻഷൻ നൽകുന്നു, കമ്പനിക്ക് പണം സർക്കാർ നൽകുന്നു. ഇത് ഭംഗിയായി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ആ കമ്പനി എടുക്കുന്ന കടം നിങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കാക്കുമെന്ന്. അപ്പോൾ എടുക്കാനുള്ള കടത്തിൻ്റെ സംഖ്യയിൽ വലിയ കുറവ് വരുത്തുന്നു. ഇതെല്ലാം നിയമവിരുദ്ധമായ നടപടികളാണ്. ആ നടപടികളാണ് ഞങ്ങൾ നമ്മുടെ സംസ്ഥാനം പരമോന്നത കോടതിയിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ പരിശോധനയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാവണം. ഇത് ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ നാം തർക്കിച്ചു നിൽക്കേണ്ട സമയമല്ല. നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശമാണ് ഇല്ലാതാവുന്നത്. ഇത്തരമൊരു നില ഒരു വർഷത്തേക്കുള്ളത് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ 2026 മാത്രമായിരിക്കില്ല. നമ്മുടെ സംസ്ഥാനത്തെ ദശാബ്ദങ്ങളോളം പുറകോട്ടടിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നിച്ച് ഇതിനെ ചോദ്യം ചെയ്യാനാവണം. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഇതുമായി യോജിക്കാൻ തയ്യാറാവണം. ഏതെങ്കിലും പ്രശ്നം നാം തമ്മിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ ആ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതും ഞങ്ങൾ പറഞ്ഞു. ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങൾ ആ അഭ്യർത്ഥന നടത്തിയത്. ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയാണ് ആ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് കേട്ടുതീരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി വന്നു, നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല. ഇതാണ് നിർഭാഗ്യകരമായ സമീപനം. നമ്മുടെ നാടിനെ തകർക്കാനുള്ള ഒരു കേരള വിരുദ്ധ സമീപനം, മനസ്സ് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് ഉണ്ടായിരിക്കുന്നു. നിർഭാഗ്യവശാൽ ആ മനസ്സിനോടൊപ്പം ചേരുന്ന മാനസികാവസ്ഥ കേരളത്തിലെ UDFനും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ നേരെ കാണിക്കുന്ന അവഗണന,
കോൺഗ്രസ് ഒരു പ്രശ്നമായി എടുത്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ നിന്ന് 20 ലോക്സഭാംഗങ്ങളാണുള്ളത്. അതിൽ 18 പേര് ഇപ്പോൾ UDFകാരാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? എന്തേ അവർക്ക് ശബ്ദിക്കാൻ പറ്റാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിനു വേണ്ടി സംസാരിക്കാൻ പറ്റാത്തത്? കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചല്ലേ ഇവരെല്ലാം ലോക്സഭയിലുള്ളത്? അവർക്ക് കേരളത്തിൻ്റെ വികാരം അവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിയണ്ടേ? അവർ ചെയ്തതെല്ലാം ഓരോ ഘട്ടത്തിലും കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ അവസരം നോക്കലായിരുന്നു. അതിനുവേണ്ടി മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. ഇതും നമ്മുടെ ഒരു ദുരനുഭവമാണ്. ഇതാണ് നാം കാണേണ്ടത്. നവകേരള യാത്ര ഔപചാരികമായി സമാപിച്ചതാണ്. എങ്കിലും ബാക്കിയുള്ള തൃക്കാക്കര മണ്ഡലത്തിലെ പരിപാടിയാണ് ഇന്നിവിടെ അവസാനിക്കുന്നത്. നിങ്ങൾ കാണിച്ച ഈ സമീപനം വലിയ തോതിൽ ഇതിന് പിന്തുണ നൽകാൻ തയ്യാറായി ആയിരക്കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നത് സർക്കാരിന് കൂടുതൽ കരുത്തു പകരുന്നതാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. ഹലോ. നന്ദി ആദരണീയനായ മുഖ്യമന്ത്രിക്ക്. കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളാൽ പുതുചരിത്രം എഴുതുകയാണ് നവകേരള സദസ്സ്. കേരള സമൂഹത്തെ കേൾക്കുകയും അഭിപ്രായങ്ങൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ട് അനസ്യൂതം മുന്നോട്ട്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന നവകേരള സദസ്സിന് തൃക്കാക്കര നിയോജക മണ്ഡലം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നാടിന്റെ നന്മയ്ക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ ജനനായകന്മാർക്ക് ഹാർദമായ നന്ദി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാടിനെ ചേർത്ത് പിടിച്ച് നാടിനോട്